ശ്രീ ജെയ്ക്സി തോമസ്, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിട്ടും അവിടുത്തെ വികസനത്തിന് കേന്ദ്രം മതിയായ തുക നൽകുന്നില്ല എന്ന ആക്ഷേപമുണ്ടല്ലോ. ഇത് രാഷ്ട്രീയമായൊരു അവഗണനയാണോ? കേരളത്തിന് അർഹതപ്പെട്ട VGF പോലും അനാവശ്യമായ പ്രവണതകൾ, അനാവശ്യമായ പുതിയ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ പോലും നമ്മളോട് യൂണിയൻ ഗവൺമെന്റ് സമീപനം സ്വീകരിച്ചത്. അതൊരു ഒറ്റപ്പെട്ട സമീപനത്തിന്റെ പ്രശ്നമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വിഴിഞ്ഞം തുറമുഖമാകട്ടെ, റെയിൽവേ സംബന്ധമായിട്ടുള്ള വികസനം ഏത് മേഖലയുടേതുമാവട്ടെ, തറക്കല്ലിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയോടുള്ള സമീപനമാവട്ടെ, അങ്കമാലി ശബരി റെയിൽപാതയോട് സ്വീകരിക്കുന്ന സമീപനമാവട്ടെ, കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതിയോട് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിച്ച സമീപനമാവട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ പെരിയാമണ്ണം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ റിപ്പോർട്ടിലാണ് എവർ ലാർജസ്റ്റ് ഡെപ്ത് ഫ്ലോ. അങ്ങനെയാണ് വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വിലയിരുത്തിയത്. ഇങ്ങനെ കേരളം നേരിടുന്ന അനിവാര്യമായ വികസന പദ്ധതികൾക്ക് മുമ്പിലും കേരളം നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിലും അങ്ങേയറ്റം ശത്രുതാപൂർണമായ സമീപനമാണ് നിർഭാഗ്യവശാൽ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്.